തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിക്ക് കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസിന്റെ മറുപടി ഇന്ന്. ഫേസ്ബുക്ക് പോസ്റ്റ് സർവീസ് ചട്ടലംഘനമാണെന്ന് അന്വേഷണ സമിതി. വിശദീകരണം തൃപ്തികരമെങ്കിൽ മറ്റ് നടപടി ഉണ്ടാവില്ല. ഉപകരണം കാണാതായതിൽ വകുപ്പുതല അന്വേഷണം തുടരുന്നു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ പി കെ ബുജേറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിരോധത്തിലായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ രാജിക്കായി സമ്മർദ്ദമേറുന്നു. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. സഹോദരന് വേണ്ടി താനോ കുടുംബമോ ഇടപെട്ടില്ല എന്ന് ഫിറോസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക. മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുകയാണെന്ന് വൈറ്റ് ഹൌസിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ. റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായിയുടെ രൂക്ഷ വിമർശനം. മഴ കനത്തതോടെ ഉത്തർപ്രദേശിൽ ഗംഗാ നദീതീരങ്ങളിൽ പ്രളയം. ജലനിരപ്പ് 71.26 മീറ്റർ പിന്നിട്ട് അപകടകരമായ നിലയിൽ. ഗംഗയുടെ പോഷക നദിയായ വരുണയിലും വെള്ളം നിറഞ്ഞു. 32-ലധികം ഗ്രാമങ്ങളിൽ വെള്ളം കയറി. വാരാണസിയിൽ ജനവാസ മേഖലകൾ വെള്ളത്തിനടിയിൽ. 6500-ൽ അധികം ആളുകളെ തീരപ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചു.